നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹത്തിൽ ആഴപ്പെട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മളെ പ്രത്യാശയിൽ നിറയ്ക്കുകയും തന്റെ ദിവ്യകുമാരനിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരുകയും ചെയ്യുന്നു. അവർ ലേഡി ഓഫ് ഹോപ്പ് എന്നറിയപ്പെടുന്ന പോൺമേനിലെ പരിശുദ്ധ അമ്മ 1871 ജനുവരി 17 ഫ്രാൻസിലെ പോൺമെയിൻ എന്ന കൊച്ചു ഗ്രാമത്തിൽ 12 വയസ്സിന് താഴെയുള്ള 6 കുട്ടികൾക്ക് നക്ഷത്രങ്ങൾ അടയാളങ്ങളായി പതിച്ച മനോഹരമായ നീലമേലങ്കി അണിഞ്ഞ് സുസ്മേരവദനയായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായി. അവളുടെ തലയിൽ കറുത്ത ശിരോവസ്ത്രത്തിന് മുകളിലായി സ്വർണ കിരീടവും കയ്യിൽ യേശുക്രിസ്തു എന്ന് ആലേഖനം ചെയ്യപ്പെട്ട ചുവന്ന കുരിശും കാണപ്പെട്ടു. 3 മണിക്കൂർ നീണ്ടുനിന്ന ഈ ദർശനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഓടിക്കൂടിയ ഗ്രാമവാസികൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഫ്രാൻസിൽ അന്ന് നെപ്പോളിയൻ മൂന്നാമന്റെ ഭരണകാലമായിരുന്നു. ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലം. ഈ യുദ്ധത്തിൽ നരകിക്കുന്ന ഫ്രാൻസിലെ വിശ്വാസികളായ കർഷകരുടെ കണ്ണീരിനൊരു മറുപടിയായിട്ടാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായത്. ഫ്രാൻസിൽ മാതാവിന്റെ പ്രത്യക്ഷം നടന്ന അതേ സമയത്ത് തന്നെ പ്രഷ്യൻ സൈനികർക്കും കമാൻഡർക്കും അമ്മയുടെ ദർശനമുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ ഫ്രാൻസിനെ ഈ യുദ്ധത്തിൽ സംരക്ഷിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ പ്രഷ്യൻ രാജകുമാരനായ ചാൾസ് ഫ്രെഡറിക് തന്റെ സൈനിക സേനയോട് ഫ്രാൻസിന്റെ മണ്ണിൽ നിന്ന് പിൻവാങ്ങാൻ കൽപ്പന പുറപ്പെടുവിച്ചു. പരിശുദ്ധ അമ്മയുടെ ഈ സഹായത്തിന് നന്ദി പറയുവാൻ പോൺമേനിലേക്ക് ഫ്രാൻസിലെ ജനങ്ങൾ ഒഴുകിയെത്തി. 2 മാസത്തിനുള്ളിൽ കാനോനിക അന്വേഷണം നടത്തുകയും പരിശുദ്ധ അമ്മ പോൺമേനിലെ 6 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടത് സത്യമാണെന്നും 1875 ഫെബ്രുവരിയിൽ ലാവലിൻ മെത്രാൻ റിക്കാർഡ് പ്രഖ്യാപിച്ചു. ഇത്ര വലിയ അത്ഭുതം ചെയ്ത പരിശുദ്ധ അമ്മ നമ്മുടെ ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും ഈശോയുടെ പക്കൽ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്, അന്നും ഇന്നും എന്നും.